ചാച്ചൻ ഇന്ന് മാളൂട്ടിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തരുമായിരിക്കുമല്ലോ. ഞാൻ ലോറി പറഞ്ഞു വിടണോ കൊണ്ടുവരാൻ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ചെറുതായിട്ട് കുശുമ്പുണ്ടല്ലേ? അവൾ തലകുലുക്കി കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു. പിന്നെ എനിക്കെന്തിനാ കുശുമ്പ്? എനിക്ക് കുശുമ്പൊന്നുമില്ല. ഉവ്വ് ഉവ്വ്, അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായി മോനെ ജോ. അവൾ രണ്ട് കൈകൊണ്ടും അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താണെന്നറിയില്ല ആമിക്കുട്ട, പെട്ടെന്ന് നിനക്ക് മറ്റൊരാൾ കൂടി അവകാശം പറഞ്ഞു വന്നപ്പോൾ എന്തോ പോലെ. വേറെ ഒന്നും അല്ലാട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ദിവസം ഞാൻ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടു നടന്നതല്ലേ. അതെൻ്റെ ചാച്ചനല്ലേ, ഇതെൻ്റെ പുന്നാര ഇച്ചായനല്ലേ. രണ്ടും രണ്ട് സ്നേഹമല്ലേ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു. പോയിട്ട് വരുമ്പോൾ ഇച്ചായൻ എന്തു കൊണ്ടുതരും? അവൻ പുരുകം പൊക്കി ചോദിച്ചു. ഇച്ചായൻ എന്താ വേണ്ടത്? എന്തും തരുവോ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്നതാണേ തരാം. പ്രോമിസ്? പ്രോമിസ് പറഞ്ഞാൽ പിന്നെ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അവൻ കൈകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആദ്യം കാര്യം പറ, അപ്പോൾ പറയാം. അത് പറ്റില്ല, ഞാനല്ലേ ചോദിച്ചത്. ആദ്യം പ്രോമിസ് പറയ്, അപ്പോൾ പറയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുറച്ച് നിമിഷം ആലോചിച്ചു. പിന്നെ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചു. പ്രോമിസ് പറയ്. പോയിട്ട് വന്നിട്ട് ആമിക്കുട്ടി ഇച്ചായനൊരു സാധനം തരണം. ഞാൻ എപ്പോഴും അങ്ങോട്ട് തരുമ്പോൾ കണ്ണുകളടച്ച് വാങ്ങാറില്ലേ, അതെനിക്ക് ഇങ്ങോട്ട് തരണം. അവൻ അവളുടെ ചുണ്ടിൽ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് ഞെവിടിയെടുത്തുകൊണ്ട് പറഞ്ഞു. അതിപ്പോൾ പറിച്ചെടുക്കുവോ? അവൾ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം എടുക്കുന്നുണ്ട് ഒരു ദിവസം. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ തുറന്നു കിടന്ന ഷർട്ടിനിടയിൽ കൂടി അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു. എടി ആമി, നിനക്കിതെന്താ വീക്ക്നെസ് ആണോ? എപ്പോഴും അതിൽ പിടിച്ചങ്ങ് വലിക്കുക. അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. ഇച്ചാൻ എന്നെ പിച്ചുന്നതിനും കടിക്കുന്നതിനും ഒരു കുഴപ്പമില്ല അല്ലേ? അതൊന്നും എനിക്ക് വേദന എടുക്കുന്ന കാര്യമല്ലല്ലോ. അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഇച്ചായനെ ആമിക്കുട്ടിയെ സ്നേഹിക്കുന്നതല്ലേ? അതെയോ, എങ്കിൽ എൻ്റെ ഇച്ചായനെ ആമിക്കുട്ടിയെ സ്നേഹിക്കുക. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തിക്കടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോട് ചുംബിച്ചു. അവൾ രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. പറയ്, ഇച്ചായന് വരുമ്പോൾ തരുവോ അത്? നോക്കാം. അവൾ അവൻ്റെ കഴുത്തിലേക്ക് തന്നെ മുഖം പൊഴുത്തി പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി കൈകെട്ടി നിൽക്കുകയാണ് ചിന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ കഴുത്തിൽ താടി ഊന്നി നിന്ന ആ പരിചിതമായ ഗന്ധത്തിൻ്റെ ഉടമയെ മനസ്സിലായതും അവൾ ചിരിച്ചു. മനുവേട്ടാ, അവൾ അവൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. വേദനിച്ചോടി? അവൻ അവളുടെ കവളിലേക്ക് ഒരു കൈവച്ച് തലോടിക്കൊണ്ട് ചോദിച്ചു. മനുവേട്ടന് സന്തോഷമായില്ലേ? അവൾ അതിന് മറുപടി പറയാതെ തിരികെ ചോദിച്ചു. ഒരുപാട്. നിന്നെ വേണ്ടി വന്നല്ലേടി എനിക്കെൻ്റെ കൂടപ്പിറപ്പിനെ കണ്ടെത്താൻ. അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അതിനേക്കാൾ വലുതല്ല മനുവേട്ട എനിക്കാ വേദന. എന്നെ തല്ലിയപ്പോൾ ദേഷ്യം മാത്രമല്ലായിരുന്നല്ലോ ആ ഉള്ളിൽ, പേടിയും കൂടെ അല്ലായിരുന്നോ? അത് പെട്ടെന്ന് അവർ ജോയെ വിളിച്ച് നിങ്ങൾ ജിൻസന്റെ വീട്ടിൽ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി. അവൻ എന്തേലും കുരുക്കൊപ്പിക്കുവാണോ എന്നൊക്കെ പേടിച്ചു. ഇവിടെ നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് കൂടിയാ പോയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ. സോറി. ആരാ ജോചേട്ടനെ വിളിച്ച് പറഞ്ഞത്? അവൾ സംശയത്തോട് ചോദിച്ചു. അവോ അറിയില്ല, അവൻ്റെ ഫ്രണ്ട്സ് ആരോ ആണ്. അവർക്ക് ഞങ്ങളെ എങ്ങനെ അറിയാം? അത് അറിയില്ല. ചിലപ്പോൾ അവൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ മറ്റോ ഫോട്ടോസ് എന്തേലും കണ്ടിട്ടുണ്ടാകും. അവൾ മൂളി. ഇനി ഒരിക്കലും ഞാൻ തല്ലില്ല, പ്രോമിസ്. അവൻ തല്ലിയ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത്ര കടുത്ത വാക്കുകളൊക്കെ തരണോ? എങ്ങാണം തെറ്റിക്കേണ്ടി വന്നാലോ? അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പുരികം പൊക്കി അവനോട് ചോദിച്ചു. വരുവോ? അവനും ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആവോ? അവൾ കൈമലർത്തി കാണിച്ചു. അങ്ങനെ തല്ലേണ്ടി വന്നാലും അതിൻ്റെ ഇരട്ടി ഞാൻ പിന്നെ സ്നേഹിച്ചോളാം, പോരെ? അവൻ അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. ഡബിൾ ഓക്കെ. അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിന്നു, നിന്നോട് എങ്ങനെയാടി ഞാൻ നന്ദി പറയേണ്ടത്? എനിക്കറിയില്ലടി. എത്ര വർഷത്തെ കാത്തിരിപ്പ്, അന്വേഷണം ഒക്കെയാണെന്നറിയോ ഇന്ന് അവസാനിച്ചത്. എനിക്കിപ്പോഴും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വന്തം പോലെ സ്നേഹിച്ച എൻ്റെ ആമി തന്നെയാ എൻ്റെ സ്വന്തം മാളുവെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൺമുൻപിലുണ്ടായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അവളെ. കൊഞ്ചിച്ചും താലോലിച്ചും തീരുന്നതിന് മുൻപ് തന്നെ എന്നെ വിട്ടു പോയവൾ. ഒന്ന് കണ്ണു നിറച്ച് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ. എടുത്ത് കൊതി തീർന്നിരുന്നില്ല, ഉമ്മ വെച്ച് മതിയായിരുന്നില്ല ചിന്നു. അതിനൊക്കെ മുൻപ് തന്നെ എൻ്റെ മോളെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മനുവേട്ട കരയല്ലേ? മനുവേട്ടൻ്റെയും അവളുടെയും വിഷമം കണ്ടിട്ടല്ലേ ഇത് കണ്ടെത്താൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് സന്തോഷിക്കേണ്ട ഈ സമയത്ത് വെറുതെ കരഞ്ഞ് നെഗറ്റീവ് ആകാതെ. അവൾ അവൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നീ എന്നും ഒരു അത്ഭുതമാടി.
എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ച എൻ്റെ നിധിയാണടി നീ. ഇനി ആർക്കും വിട്ടുകൊടുക്കത്തില്ല നിന്നെ ഞാൻ. അവൻ അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചിന്നുവിനെ തിരക്കി ഇറങ്ങിയതാണ് അനു. ചിന്നുവും മനുവും പരസ്പരം പുണർന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൾ വായും തുറന്നവിടെ നിന്നു. പെട്ടെന്ന് ഒരു കൈ അവളെ മുറിയിലേക്ക് കയറ്റി വാതിലെ ലോക്ക് ചെയ്തു. എന്താ? വാതിലൊക്കെ ലോക്ക് ചെയ്ത് ചിരിച്ചുകൊണ്ട് നിന്ന അവൻ്റെ മുഖം അവളുടെ ആ ഒരു ഒറ്റ ചോദ്യത്തിൽ ഒന്ന് പകച്ചു. എന്ത്? അവളുടെ മുൻപിൽ തോറ്റുകൊടുക്കാൻ വയ്യാതെ അവനും ദേഷ്യത്തോട് ചോദിച്ചു. ആഹാ, അത് കൊള്ളാലോ. വെറുതെ നിന്ന് എന്നെ റൂമിൽ പിടിച്ചു കയറ്റി ഡോർ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതും പോരാ, എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നോ? എന്താടി കിടന്ന് നികളിക്കുന്നേ? അവിടെ അവർ സ്നേഹിക്കുന്നത് കണ്ട് വായും തുറന്ന് നിൽക്കുന്നത് കണ്ടല്ലോ. അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ആ, അങ്ങനെയാ സ്നേഹമുള്ളവർ. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകോട്ട് മാറിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ദേഷ്യം മാറി കുസൃതി ചിരി നിറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ? അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി. അതെ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു ഫിലിം കണ്ടു. അവൻ അവളെ നോക്കി കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് ഫിലിം? ഒരു ഫിലിം. അതിലുണ്ടല്ലോ നായകനും നായികയും അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അവർ രണ്ടുപേരൂടെ ഇങ്ങനെ ചേർന്ന് നിന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. ചേർന്ന് നിന്ന് അവൾ വീണ്ടും ചോദിച്ചു. അത് പറയാൻ പറ്റില്ല, കാണിച്ചു തരാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി. ദേവേട്ട, ലിപ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ സിനിമയിലെ പോലെ കടിക്കല്ലേ. ചുണ്ടുപൊട്ടിയ അവളുമാരറിയും, പിന്നെ ചോദ്യം വരും. നാണക്കേടാ. അതുകൊണ്ട് കടിക്കാതെ തരണേ. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് അവന് വിധേയായി നിന്നുകൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടി. വാട്ട്? അവൻ ഞെട്ടലോട് ചോദിച്ചു. ദേവേട്ട, ഈ കിസ് ചെയ്യുമ്പോൾ കടിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ഞാൻ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അവിടെ മുറിയില്ലേ? അപ്പോൾ എല്ലാവരും അറിയും. അതാ ഞാൻ പറഞ്ഞേ കടിക്കാതെ തരണമെന്ന്. അവൾ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. ഭാ, ഇറങ്ങിപ്പോടി. അപ്പോൾ എൻ്റെ കിസ്സോ? അവൾ വിഷമത്തോട് ചോദിച്ചു. കിസ്സല്ല, നിനക്ക് ഞാൻ പലതും തരും ഇങ്ങനെ പോയാ. അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല ദേവേട്ടാ, ഫസ്റ്റ് കിസ്സാണ് കൊടുക്കുന്നേ, അത് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ളതൊക്കെ. അവൾ കാലുകൊണ്ട് കളം വരച്ചു പറഞ്ഞു. അയ്യേ, നീ ഇതെന്തോ നീ കാണിക്കുന്നേ? അവൻ അവളെ അടിമുടി നോക്കി. നാണം. അവൾ നഖം കടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പറഞ്ഞു. ഇതാണോ നാണം? ഇത് ഞങ്ങളുടെ നാട്ടിൽ പശു ചാണകം ഇടുന്നതിന് മുമ്പുള്ള എക്സ്പ്രഷനാണ്. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും? അയ്യേ, സിനിമയിലൊക്കെ ഇങ്ങനെയാണല്ലോ നാണം. സിനിമയിൽ ഇതാണ് നാണം, പക്ഷേ നിന്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് പശുവിനെ ഓർമ്മ വരുന്നേ. അവൻ അവളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കിസ് താ ദേവേട്ടാ. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ചിലപ്പോൾ എനിക്ക് കടിക്കാനൊക്കെ തോന്നും. ആരേലും കണ്ട നാണക്കേടല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ചെല്ല്. അവൻ അവളുടെ കൈ പിടിച്ച് താഴേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ഷേ, പറയണ്ടായിരുന്നു, ഒരു കിസ് മിസ്സാക്കി കളഞ്ഞു. അവൾ നിന്നുകൊണ്ട് പിറുപിറുത്തു. അത് കേട്ടിട്ട് അവന് ചിരി വന്നു. ദേവാ, ദേവാ. കതകിന് മുട്ടി ആരോ വിളിച്ചതും ദേവൻ ചെന്ന് കതക് തുറന്നു. നീയായിരുന്നോ? ദേവൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പുറകെ അവനും കയറി. അല്ല, ഇവളെന്താ ഇവിടെ? അനുവിനെ കണ്ട് മനു സംശയത്തോട് ചോദിച്ചു. അവളൊരു കിസ്സിന് വന്നതാ. ദേവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മനു അവളെ നോക്കി. അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു. എന്നിട്ട് കൊടുത്തോ? മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, അവൾക്ക് ഭയങ്കര നാണം. ദേവൻ മാറിൽ കൈകെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെയോ? ആ, നാണമുള്ളവർക്കൊന്നും കൊടുക്കണ്ടടാ. മനു അവളെ ഒന്ന് നോക്കിയിട്ട് ദേവനെ നോക്കി പറഞ്ഞു. ദുഷ്ടൻ. അവൾ പതിയെ മനുവിനെ നോക്കി മുഖം കൊട്ടി പറഞ്ഞു. എങ്കിൽ നാണക്കാരി ചെല്ല്, കൂട്ടുകാരി താഴേക്ക് പോയിട്ടുണ്ട്. മനു അവളെ നോക്കി പറഞ്ഞു. അവൾ അവനെ നോക്കി തല കുലുക്കിക്കൊണ്ടിറങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ ഓടി തിരികെ വന്നു. അവൾ എന്താ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൾ ദേവന്റെ കാലിൽ കയറി എത്തി വലിഞ്ഞ് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൈകൾ യാന്ത്രികമായി തന്നെ അവളുടെ ഇടുപ്പിലേക്ക് അമർത്തിപ്പിടിച്ചു. അവനെ വേദനിപ്പിക്കാതെ തന്നെ അവൾ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു. മനു ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ പോയതും അവൾ അവനെ വിട്ടിട്ട് ഓടി വാതിലിനടുത്ത് ചെന്ന് നിന്നു. ഈ അനുവിന് ഒരു നാണമില്ല മനുവേട്ടാ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ എനിക്കറിയാം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് താഴേക്കോടി. എന്തുവാടെയാ പോയത്? ഇവളുടെ അപ്പൻ്റെ പേര് ഇനി ഉമ്മറന്ന് വല്ലതുമാണോ? ദേവൻ മനുവിനെ നോക്കി ചോദിച്ചു. റെയർ പീസാണ് മോനെ ദേവാ, ഒന്ന് സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ നീ ഒന്നും ചെയ്യാതെ തന്നെ കല്യാണത്തിന് മുൻപ് അവൾ നിന്നെ ഒരു അപ്പനാക്കും. മനു അവൻ്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു.
മനു റെഡിയായി ഇറങ്ങിയതും ആമി ജോയുടെ കൈയും പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. പോകാം ആളൂസേ, മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. ഇച്ചായ പോയിട്ട് വരാവേ, അവൾ ജോയെ നോക്കി പറഞ്ഞു. ഞാൻ കാത്തിരിക്കും. അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ ആരും കാണാതെ അവൻ്റെ കയ്യിൽ പിച്ചി. പോയിട്ട് വാട്ടോ, തരുന്നുണ്ട് ഞാൻ. അവൻ അവളെ നോക്കി മീശ പിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അവളും ചിരിച്ചു. അവൾ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു. ചിന്നു, ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. പോയി അടിച്ചു പൊളിച്ചിട്ട് വാ പെണ്ണെ. ചിന്നു അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. രാത്രിക്ക് മുമ്പ് എത്താൻ നോക്കണേ മക്കളെ, ലിസ ആവലാതിയോടെ ഓർമ്മപ്പെടുത്തി. മനു കാർ എടുത്തിട്ട് വന്നതും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ജോ അവൻ്റെ അടുത്തേക്ക് വന്നു. മനു അവനെ നോക്കി. മനു സൂക്ഷിക്കണേ, എന്തുണ്ടെങ്കിലും വിളിക്കണേ, ജോ അവനെ ഓർമ്മിപ്പിച്ചു. ഞാൻ നോക്കിക്കോളാം ജോ, അവനും പറഞ്ഞു. എല്ലാവരെയും ഒരിക്കൽ കൂടി കൈയെടുത്ത് കാണിച്ചുകൊണ്ട് അവർ ആ ഗേറ്റ് കടന്നുപോയി.